വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പോർട്സ്. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളൊപ്പം ഞാൻ ഓടും. അദ്ദേഹം കലാരംഗത്ത്, കായിക മേഖലയിൽ, ജീവകാരുണ്യ മേഖലയിൽ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സ് വസിക്കുകയുള്ളൂ. ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആലപ്പുഴ വരെ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വേറൊന്നുമല്ല, ആലപ്പുഴയിൽ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. നമ്മുടെ സഹോദയ എന്ന് പറഞ്ഞാൽ CBSE സ്കൂളുകളുടെ ഒരു സംഘടനയാണ്. 100 കണക്കിന് സ്കൂളുകളുണ്ട് കേരളത്തിൽ, CBSE സ്കൂളുകൾ. അതിൽ ആലപ്പുഴ ജില്ലയിലെ സഹോദയ സ്കൂളുകളുടെ സ്പോർട്സ് ഡേ നടക്കുവാണ്. ആ സ്പോർട്സ് ഡേ ഇനാഗുറേഷന് വേണ്ടി ശ്രീ ബോബി ചെമ്മണ്ണൂർ, നമ്മുടെ ബോച്ച എത്തുകയാണ്. അപ്പോൾ ബോച്ച കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട്, ബോച്ച ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. ആലപ്പുഴയ്ക്ക് എപ്പോൾ വന്നാലും നമ്മളെ വിളിക്കാറുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പരിപാടിക്ക് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബോച്ച ഇങ്ങനെ ഒരു പൊതു പരിപാടിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് തഗ്ഗൊക്കെ അടിക്കും. അദ്ദേഹം സ്പീച്ചൊക്കെ നടത്തുമ്പോൾ കുട്ടികളോടായതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് പറയും. അതോടൊപ്പം ഡാൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആളും കൂടെ ഇറങ്ങി കുട്ടികളോടൊക്കെ ഡാൻസ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ബോച്ച ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഇട്ടു. രണ്ടിടത്തും അത് ഏകദേശം 5 മില്യണോളം ആൾക്കാർ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള വളരെ രസകരമായ കാഴ്ചകളും അതുപോലെ തന്നെ കുറച്ച് നല്ല കണ്ടന്റ്സും അദ്ദേഹം ഡെലിവറി ചെയ്യുമായിരിക്കും എന്തായാലും നിങ്ങളെ ഈ വീഡിയോയിലൂടെ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. രാവിലെ 9:30-ക്കാണ് പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ സഹോദയ സ്കൂളിലെ സ്പോർട്സ് ഡേയുടെ ഇനാഗുറേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റ് ഗസ്റ്റുകളെയും, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് എത്തുന്ന ബോച്ചയുടെ സ്പീച്ചും അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. History and makes news every other day by conquering the world with love. He undertook a record-breaking marathon run and was the first Indian to run 812 kilometers in around 200 hours. For this athletic event to be inaugurated, there was no other choice and the right personality is here with us. Heartily welcome Dr. Bobby Chemanur to our midst. Each school approaches, they proudly offer to salute. Significance of this beautiful tradition. The writing of the law symbolizes awakening of knowledge, the triumph of light over darkness, the spark of inspiration that fuels creativity. ഈ ചടങ്ങിലെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഈ വേദിയിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം കലാരംഗത്ത്, കായിക മേഖലയിൽ, ജീവകാരുണ്യ മേഖലയിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്റെ ഒരു ജീവിതം കൊണ്ട് തന്റെ സൊസൈറ്റിക്ക് ഏതെല്ലാം തരത്തിൽ പ്രചോദനമാകാൻ കഴിയുമോ അങ്ങനെയെല്ലാം അദ്ദേഹം നന്നായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. I would like to request him to raise the balloons as a representation in the inauguration of the athletic event.
In a moment that mirrors the grandeur of the Olympics, we request Dr. Bobby Chemanur, the king of energy, to ignite the Olympics torch, a symbol of passion, determination, and the relentless pursuit of the excellence. On to our deserving athletes of Maria Montessori Center School. First to Arjun Manoj, then to Hari Krishnan, followed by Madhav, and finally to Abhishek. വിശിഷ്ട വ്യക്തികൾ ശ്രീ അനീഷ് കെ ചെറിയാൻ, ഡോക്ടർ നൌഷാദ്, ബഹുമാനപ്പെട്ട MLA. ഹലോ, how are you? ഇത്ര എനർജി ഒക്കെ മതിയാ? പണി തുടങ്ങാതിരിക്കുന്നതല്ലേ? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ലീഡ്സ് ടു സക്സസ്. ഇവിടെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലഹരിക്കെതിരെ, ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഒരു ഗോൾഡൻ സ്റ്റാച്ചുമായിട്ട് കടന്നു പോകുമ്പോൾ പല സ്കൂളിലും വന്നിരുന്നു. വൈ നീഡ് സ്പോർട്സ്, വാട്ട് ഫോർ സ്പോർട്സ് എന്നൊരു ചിന്തയുണ്ട്. ഞാൻ ചിലപ്പോഴും പല പിള്ളേരെയൊക്കെ കാണുമ്പോൾ ചോദിക്കും, എന്തിനാ സ്പോർട്സ് എന്ന് ചോദിക്കുമ്പോൾ അത് പഠിക്കുന്ന കാലത്തുള്ള ഒരു ചടങ്ങാണ്, ടൈം പാസ് ആണ്. അങ്ങനെ പലർക്കും പല തരത്തിലാണ്. വളരെ കുറച്ച് പേർക്കാണ് അതിന്റെ റിയൽ നീഡ് ആൻഡ് ആ നോളജ്. കാരണം വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പോർട്സ്, പുസ്തകം മാത്രമല്ല എന്നതാണ്. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ഒപ്പം ഞാൻ ഓടും. നിങ്ങൾ എന്തിനു വിളിച്ചാൽ ഇതൊക്കെ ഇപ്പോഴും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്നേക്കാൾ എന്ന് പറയില്ല, അതിനൊപ്പം നിൽക്കും തൊട്ട് താഴെ. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സ് വസിക്കുകയുള്ളൂ. ശരീരം സ്ട്രോങ് അല്ലെങ്കിൽ മൈൻഡുമായിട്ട് സിങ്കർണൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ് എന്ന് ചോദിച്ചാൽ ജീവിത വിജയം, ഓടിക്കിട്ടുന്ന വിജയം കപ്പ് മാത്രമല്ല കേട്ടോ പറയാം, അതൊരു ഹരമാണ്. പക്ഷേ ജീവിത വിജയം, ഇത് കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ജീവിതം എങ്ങനെ വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം, ജീവിതം അതിന്റെ ഭാഗമാണ്. ബിസിനസ്സോ ജോലിയോ വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മള് ഇപ്പോ ഓടുന്ന ഓട്ടം ചാട്ടം ഒക്കെ വീണ്ടും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഏത് പ്രായത്തിലും ചാടാനും ഓടാനും ഒക്കെ പറ്റണം. അപ്പോ ആ ശാരീരികമായിട്ടുള്ള ആ പിക്കപ്പ്, ആ പെർഫോമൻസ് ലീഡ്സ് ടു സക്സസ്. മാനസിക ധൈര്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും എന്ത് ജോലി ചെയ്യാനും എന്തിനുമുള്ള ധൈര്യം ഉണ്ടാവുകയും സമൂഹത്തിലേക്ക് വളർന്നു വരാൻ നമുക്ക് സാധിക്കും. ഇത് ഇതിന്റെ റിയൽ സീക്രട്ടാണ്. ഞാൻ ആദ്യം പറയാം, അതിനുശേഷം എന്റെ ഒപ്പം ഒന്ന് പറയണം. ഡു ഫോളോ വിത്ത് 100% കോൺഫിഡൻസ് അണ്ടിൽ യു അച്ചീവ് എന്നതാണ്. 100% ആത്മവിശ്വാസത്തോടു കൂടെ, 99 അല്ല പോയി, 100% ആത്മവിശ്വാസത്തോടു കൂടെ അത് നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്താൽ കിട്ടിയിരിക്കും. എല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് ജയിക്കില്ല അല്ലെ? ഇന്ന് ഞാൻ, നാളെ നീ. അതാണ് ഡു ഡു ഫോളോ വിത്ത് 100% കോൺഫിഡൻസ് until I achieve. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു, നോക്കുന്നു എന്നല്ലാതെ ജയിക്കുമെന്ന് ഉറപ്പായിക്കൊണ്ട് ഈ മന്ത്രവുമായിട്ട് അങ്ങോട്ട് അടിച്ചു കയറി അങ്ങോട്ട് പോവാ. ഓക്കെ അല്ലേ? സോ conquer the world with love. Love you everybody here on Bochi.